പാതിയിലെ തട്ടിപ്പ് എന്തായി എന്ന് ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരു അപ്ഡേറ്റിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ മുഖ്യപ്രതി അനന്തു കൃഷ്ണന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മൂവാറ്റുപുഴ മാജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുന്ന അനന്തു കൃഷ്ണനെ വീണ്ടും കസ്റ്റഡിയിൽ വേണമെന്ന് ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെടുകയും ചെയ്യും. കാരണം അതിന്റെ വ്യാപ്തി, ഈ കേസിന്റെ വ്യാപ്തി അത്രമാത്രം വലുതാണ് എന്നാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ പറയുന്നത്. ക്രൈംബ്രാഞ്ച് കേസെടുത്തതിന് പിന്നാലെ കൊച്ചിയിലെ വിവിധ ഓഫീസുകളിൽ അനന്തകൃഷ്ണനെ എത്തിച്ച് പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചെയ്യുന്നുണ്ട്. നിതിൻ, ഈ അനന്തകൃഷ്ണന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് പൂർത്തിയാവുകയാണ്. അപ്പോൾ എന്താണ് ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെടുക? അതിന് കൃത്യമായി എന്താ വാദങ്ങളാണ് ക്രൈംബ്രാഞ്ച് നിരത്തുക? മറ്റൊന്ന്, ഈ ഇ.ഡി. അടക്കം ഈ കേസിന് പിന്നാലെ ഇപ്പോൾ ഉണ്ടല്ലോ, വിവരങ്ങൾ. പ്രജിൻ, കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തതിന് പിന്നാലെ കൊച്ചിയിലെ അടക്കം വിവിധ ഓഫീസുകളിലെത്തി ആദ്യം ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തും പരിശോധന നടത്തിയിരുന്നു. അതിനുശേഷമാണ് അനന്തു കൃഷ്ണനെ പോലീസ് 2 ദിവസത്തെ കസ്റ്റഡിയിൽ കിട്ടിയത്. വിശദമായി ചോദ്യം ചെയ്തു. കൂടുതൽ വിവരങ്ങൾ ക്രൈംബ്രാഞ്ചിന് ജില്ലയിലൂടെ ശേഖരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് മൂവാറ്റുപുഴ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുന്ന അനന്തു കൃഷ്ണനെ വീണ്ടും കസ്റ്റഡിയിൽ വേണമെന്നൊരു ആവശ്യമാകും ക്രൈംബ്രാഞ്ച് മുന്നോട്ട് വയ്ക്കുക. കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് കടവന്ത്രയിലെ ഓഫീസിലെത്തി തെളിവെടുപ്പ് നടത്തിയിരുന്നു. ചില പ്രധാനപ്പെട്ട രേഖകൾ എന്തായാലും ക്രൈംബ്രാഞ്ചിന്റെ പക്കലുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇടപാട് ശൃംഖലയിൽ ആരൊക്കെയുണ്ട്, ഈ ധനം എങ്ങനെ വിനിയോഗിച്ചു തുടങ്ങിയ കാര്യങ്ങൾ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, സംസ്ഥാന വ്യാപകമായി നടന്ന ഒരു തട്ടിപ്പാണ്. 1000 കോടിയിലേറെ തട്ടിപ്പ് നടന്നു എന്ന ഒരു വിവരമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്നത്. ഇതിന്റെ ചില ബാങ്ക് ഇടപാട് ട്രാൻസാക്ഷൻ എല്ലാം തന്നെ ഇപ്പോൾ വിവരങ്ങൾ ക്രൈംബ്രാഞ്ചിന്റെ പക്കലുണ്ട്. ആ രേഖകൾ വെച്ചുള്ള ചോദ്യം ചെയ്യലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 ദിവസത്തെ ചോദ്യം ചെയ്യലിൽ പൂർണ്ണമായും ക്രൈംബ്രാഞ്ചിന് വിവരങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല. കൂടാതെ ഡിജിറ്റൽ തെളിവുകളെല്ലാം തന്നെ വെച്ചുകൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ ദിവസങ്ങൾ ചോദ്യം ചെയ്യൽ വേണമെന്നൊരു ആവശ്യം എന്തായാലും മുന്നോട്ട് വെക്കും. അതോടൊപ്പം തന്നെ ഈ കേസിൽ ഇ.ഡി. ഇടപെടൽ നമ്മൾ കണ്ടിരുന്നു. മണിക്കൂറിലാണ് ഇ.ഡിയുടെ ഭാഗത്തും റെയ്ഡ് നടന്നത്. അതോടൊപ്പം തന്നെ ആദ്യഘട്ടത്തിൽ ഇ.ഡിയുടെ നടപടി എന്ന നിലയിൽ അനന്തകൃഷ്ണന്റെയും ലാലു വിൻസിന്റെയും അടക്കമുള്ള പണം ഇന്നലെ തന്നെ ഇ.ഡി മരവിപ്പിച്ചിരുന്നു. കൂടുതൽ സമയം വേണം എന്ന് ക്രൈംബ്രാഞ്ച് അതുകൊണ്ട് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. ഇ.ഡിയും ഉണ്ട് പിന്നാലെ തന്നെ. കൂടുതൽ പ്രതികളുടെ സ്ഥലങ്ങളിൽ അവരുടെ പരിശോധന തുടരുമെന്നൊക്കെയുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസം വരികയും ചെയ്തിരുന്നു. നിതിൻ അംബുജനാണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും.